Dear children, welcome to my channel हिंदी विद्यालय। आज मैं आपको 10वीं कक्षा का वसंत मेरे गाँव का पाठ पढ़ाऊंगी। यह मुकेश नौटियाल के द्वारा लिखा गया एक लेख है। मुकेश नौटियाल का जन्म 4 जुलाई 1971 को रुद्रप्रयाग में हुआ था। मुकेश नौटियाल उत्तराखंड भाषा संस्था के सदस्य होने के साथ साथ साहित्यिक पत्रिका लोक गंगा आदि के सहायक संपादक भी है। आपकी कहानियों का संकलन चमकता रहेगा स्वीली गम के नाम से प्रकाशित हुआ है। हिमालय की कहानियाँ आपका बालगत संग्रह है। അദ്ദേഹം ഉത്തരാഖണ്ഡ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗമെന്നതിനോടൊപ്പം സാഹിത്യക പത്രിക ലോക് ഗംഗ എന്നീ മാസികകളുടെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. ചമക്താ രഹേഗ സ്വിലി ഗം എന്ന പേരിൽ കഥാസംഗ്രഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിമാലയ കി കഹാനിയാം ബാലകഥാ സമാഹാരമാണ്. ഇസ്മേ ലേഖക് ഋതു പരിവർത്തൻ കെ ബാരെ മേ കഹത്തെ ഹെ. ഈ പാഠത്തിൽ ഈ ലേഖനത്തിൽ അദ്ദേഹം ഋതുഭേദത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. मकर संक्रांति के बाद सूरज पंचांचुली के शिखरों से चौकंबा पर्वत की तरफ घिसकता है. सूरज नंदा पर्वत पहुँचते वक्त वहाँ वसंत बौराने लगता है. അതായത് മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാഞ്ചുലിയുടെ കൊടുമുടികളിൽ നിന്ന് ചൗക്കമ്പ പർവ്വതത്തിലേക്ക് നീങ്ങുന്നു. സൂര്യൻ നന്ദാ പർവ്വതത്തിലെത്തുമ്പോഴേക്കും അവിടെ വസന്തകാലം തുടങ്ങിയിരിക്കും. വസന്ത് ഫൂൽ ദേയി കാ ത്യോഹാർ ഹെ. വസന്തം പുഷ്പദേവതയുടെ ഉത്സവമാണ്. मकर संक्रांति के बाद सूरज पंचांचुली की शिखरों से चौकंबा पर्वत की तरफ घिसकना शुरू कर देता है. दादी कहती थी कि जेठ तक सूरज हर सुबह बालिशत भर छलांग मारता है. पंचांचुली से चौकंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. മകരസംക്രാന്തി കഴിഞ്ഞ് സൂര്യൻ പഞ്ചാഞ്ചുലിയുടെ കൊടുമുടികളിൽ നിന്ന് ചൗക്കമ്പ പർവ്വതത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കും. ജ്യേഷ്ഠമാസം വരെ സൂര്യൻ ഓരോ പ്രഭാതത്തിലും ഒരു ചാൺ ദൂരത്തിൽ എടുത്ത് ചാടുന്നുണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത്. പഞ്ചാഞ്ചുലിയിൽ നിന്ന് ചൗക്കമ്പ വരെ എത്താൻ സൂര്യൻ 4 മാസത്തെ സമയം എടുക്കുന്നുണ്ട്. पंचांचुली की 5 बर्फीली चोटियों और चौकंबा के 4 शिखरों के आइन बीच में जो पहाड़ नज़र आ रहा है वह नंदा पर्वत है. सूरज पंचांचुली से घिसककर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में फ्योलिम के पीले फूल खिलने लगते हैं. पहाड़ी ढलानों पर खूबसूरती से कटे सीढ़ी नुमा खेतों में गेहूं की हरियाली के बीच सरसों की पिलाई पसर जाती है. വസന്ത് ബൗരാനെ लगता है. പഞ്ചാഞ്ചുലിയിലെ മഞ്ഞു നിറഞ്ഞ 5 കൊടുമുടികൾക്കും ചൗക്കമ്പായിലെ 4 കൊടുമുടികൾക്കും നടുവിലായി കാണപ്പെടുന്ന പർവ്വതമാണ് നന്ദാ പർവ്വതം. സൂര്യൻ പഞ്ചാഞ്ചുലിയിൽ നീങ്ങി നന്ദാ പർവ്വതം വരെ എത്തുമ്പോൾ പർവ്വതങ്ങളിൽ ഫ്യൂലിയുടെ മഞ്ഞപ്പൂക്കൾ വിടരാൻ തുടങ്ങുന്നു. മലഞ്ചെരിവുകളിൽ മനോഹരമായി ഒരുക്കിയിട്ടുള്ള തട്ടുതട്ടുകളായുള്ള വയലുകളിൽ ഗോതമ്പിൻ്റെ പച്ചപ്പിനിടയ്ക്ക് കടുകുചെടികളുടെ മഞ്ഞ നിറം വ്യാപിക്കുന്നുണ്ട്. അപ്പോഴ് വസന്തം അവിടെ തുടങ്ങുകയാണ്. വസന്തം വിടരാൻ തുടങ്ങുന്നു. वसंत फूल देई का त्यौहार लेकर आता है. देर शाम तक बच्चे फूल चुनते हैं. इन फूलों को रिंगाल यानी कि बांस की एक प्रजाति से बनी खास तरह की टोकरियों में रखा जाता है. വസന്തം പുഷ്പദേവതയുടെ ഉത്സവം കൊണ്ടുവരുന്നു. സന്ധ്യ കഴിയുന്നത് വരെ കുട്ടികൾ പൂക്കൾ പെറുക്കുന്നു. ഈ പൂക്കൾ മുളന്തണ്ടു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകതരം കൂട്ടകളിൽ വയ്ക്കുന്നു. टोकरियों को रात भर पानी से भरी घाघरों के ऊपर रखा जाता है ताकि वह सुबह तक मुरझा न पाए. ഈ കൂട്ടകൾ രാത്രി മുഴുവൻ വെള്ളം നിറച്ച കുടങ്ങളുടെ മുകളിൽ വയ്ക്കുന്നു. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ കൂട്ടം കൂട്ടമായി ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. കുട്ടികൾ ഈ കുടങ്ങളുടെ മുകളിൽ വയ്ക്കുന്നത് പ്രഭാതം വരെ അവ വാടാതിരിക്കാൻ വേണ്ടിയാണ്. സുബഹ് पौ पड़ते ही बच्चों की टोलियाँ गाँव भर में घूमती हैं. पिछली शाम चुने गए फूल घरों की दहरियों पर सजाए जाते हैं. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं.
പ്രഭാതമാവുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ കൂട്ടം കൂട്ടമായി ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങും. തലേ ദിവസം വൈകുന്നേരം പെറുക്കിയ പൂക്കൾ കൊണ്ട് വീടുകളുടെ വാതിൽപ്പടികൾ അലങ്കരിക്കും. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് അരി, ശർക്കര, പരിപ്പ് തുടങ്ങിയവ കൊടുക്കുന്നു. दक्षिणा में मिली ये सामग्री पूरे 21 दिन तक इकट्ठा की जाती है. फूलदेई की विदाई के साथ बसंत का ये उत्सव समाप्त हो जाता है. ദക്ഷിണയായി കിട്ടുന്ന ഈ വസ്തുക്കൾ 21 ദിവസം വരെ ശേഖരിക്കാറുണ്ട്. പുഷ്പദേവത വിട പറയുന്നതോടെ വസന്തത്തിൻ്റെ ഉത്സവം സമാപിക്കുന്നു. अंतिम दिन इकट्ठी की गई सामग्री से सामूहिक भोज बनाया जाता है. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. बाकी सारे काम बच्चे करते हैं. उत्तराखंड के हिमालयी अंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्यौहार नहीं है. ശേഖരിച്ച് വെച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് അവസാന ദിവസം ഇവർ സമൂഹ സദ്യ ഉണ്ടാക്കുന്നു. ഈ പരിപാടിയിൽ മുതിർന്നവരുടെ പങ്ക് ഉപദേശം നൽകുക മാത്രമാണ്. ബാക്കി മുഴുവൻ കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നു. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് ഫൂൽദേയി ഉത്സവത്തെക്കാൾ വലുതായി കുട്ടികളുടെ മറ്റൊരു ഉത്സവം തന്നെ ഇല്ല. उधर बच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाऊ की ताप पर चैती गीत गाते हैं. इन गीतों में पांडवों की हिमालय यात्रा के किस्से होते हैं. അവിടെ കുട്ടികൾ പുഷ്പദേവതയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ മുതിർന്നവർ ചെണ്ടവാദ്യങ്ങളുടെ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ചൈത്രഗീതം ആലപിക്കുന്നു. ഈ പാട്ടുകളിൽ പാണ്ഡവരുടെ ഹിമാലയ യാത്രയുടെ കഥകളാണ് പാടുന്നത്. और पहाड़ के वीरों की शौर्य गाथाएँ भी शामिल होती हैं. परंपरागत रूप से चैत्य गीत गाने वाले औजी जब गांव में थमकते हैं तो वहाँ भीड़ जम जाती है. वसंत में संगीत के सुर दुल जाते हैं. ഈ ചൈത്യ പാട്ടിലെ പാണ്ഡവരുടെ ഹിമാലയ യാത്രയുടെ കഥകൾക്ക് പുറമെ പർവ്വതത്തിലെ വീരന്മാരുടെ ശൗര്യഗാഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ ചൈത്രഗീതം ആലപിക്കുന്ന ഔജികൾ ഗ്രാമത്തിൽ ഇറങ്ങുമ്പോൾ ഇവിടെ ആളുകൾ കൂട്ടം കൂടുന്നു. വസന്തം സംഗീതത്തിൻ്റെ സ്വരത്തിൽ അലിയുന്നു. ഈ ഗീതം ആലപിക്കുന്നവരെ ഔജി എന്നാണ് അറിയപ്പെടുന്നത്. वसंत की गुनगुनी धूप जब दोपहरी में तबाने लगती है तब ऊंचे हिमालय शिखरों पर बुरांस चटकने लगते हैं. बुरांस के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौकंबा पर्वत की ओर बढ़ने लगता है. गंगा में पानी का धारा तेज हो जाती है. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. महीनों तक फैले चरागाही घने जंगलों और अनजान बस्तियों में भड़कने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. വസന്തത്തിൽ മൂളിപ്പാട്ടു പാടി വരുന്ന വെയിൽ ഉച്ചയാകുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ ബുരാൻസ് എന്ന പൂക്കൾ പൊട്ടിവിരിയാൻ തുടങ്ങുന്നു. ബുരാംസ് പൂക്കൾ പർവ്വതങ്ങളിൽ പ്രൗഢിയുള്ള ഭംഗിയേറിയ ചുവപ്പ് പർവ്വതാനി വിരിക്കുന്നു. മകരസംക്രാന്തി മുതൽ ജ്വലിക്കുന്ന സൂര്യൻ ഇപ്പോൾ നന്ദാ പർവ്വതത്തിൽ നിന്ന് ചൗക്കമ്പ പർവ്വതത്തിലേക്ക് മുന്നേറുകയാണ്. ഗംഗയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശാന്തമാകും. ഈ സമയത്ത് തണുപ്പ് കാലത്ത് മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് ഇറങ്ങിയ കാലി വളർത്തുകാർ തിരികെ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. പിന്നെ മാസങ്ങളോളം വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലൂടെയും ഇടതൂർന്ന കാടുകളിലൂടെയും അപരിചിതമായ പാർപ്പിട കേന്ദ്രങ്ങളിലൂടെയും അലഞ്ഞു നടന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സന്തോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും പ്രതീതി സൃഷ്ടിക്കുന്നു. वे गीत गाते हैं, नाचते हैं. पशुचारकों के साथ उनकी भेड़ बकरियां, घोड़े, खच्चर और कुत्ते भी होते हैं. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. वे जानवरों के साथ साथ कीड़ा जड़ी, करण और चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ സന്തോഷം കൊണ്ട് പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. കാലി വളർത്തുകാരോടൊപ്പം അവരുടെ ചെമ്മരിയാടുകളും ആടുകൾ, കുതിരകൾ, കോവർ കഴുതകൾ, നായകൾ എല്ലാം ഉണ്ടാവും കൂടെ. വഴിയിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ ഈ സമയത്താണ് അവർ കച്ചവടം ചെയ്യുന്നത്. അവർ മൃഗങ്ങളോടൊപ്പം കീടാജടി, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയത്തിലെ ദുർലഭമായ വേരുകളും മരുന്നുകളും വിൽക്കുകയും ചെയ്യും. ഇൻ ഗാവോം